ഇവിടെ കേരളത്തിന് കൊടുക്കാനുള്ള 100 കോടി രൂപ നിങ്ങൾക്ക് തരേണ്ട പൈസ കൊടുക്കുന്നില്ല. കർശനമായ നിലപാട്. എവിടെ 100 കോടി രൂപ എന്ന് നിങ്ങൾ ഉറക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് അതിന്റെ പണി ചവിട്ടാൻ കഴിയില്ല. നിങ്ങളുടെ കുന്തമുന സംസ്ഥാന സർക്കാരിനെതിരെയാണ്. അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് കയറി വരാൻ പറ്റുന്നത്. ഇത് സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണെന്ന് സുരേഷ് ഗോപിക്കും മുരളീധരനൊക്കെ തോന്നുകയാണ്. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ സമരത്തിന് വ്യക്തത കുറവുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ നിങ്ങൾക്ക് കണിശമായ ശബ്ദമില്ല. ഇന്ന് അയാൾ ആത്മവിശ്വാസത്തോടെ വന്ന് കയറി നിൽക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ. നിങ്ങളുടെ സമരത്തിന്റെ ആളാണ് എന്ന മട്ടിൽ. ആ ധൈര്യം നിങ്ങൾ എടുക്കുന്ന ലൂസായ സമീപനത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ നടത്തുന്ന ഈ സമരത്തിൽ ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അവരുടെ ഉത്തരവാദിത്വം മറച്ചുവെച്ച് വന്ന് കയറി നിന്ന് ഈ സംസ്ഥാനത്തെ സർക്കാരിനെ കുറ്റം പറയാനും ഞങ്ങൾ സമ്പൂർണ്ണർ, ഞങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റിയെന്ന മട്ടിൽ പ്രസംഗിച്ച് കൈയടി നേടാൻ കഴിയുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വ ഇല്ലായ്മയുടെ ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? 13 ആവശ്യങ്ങൾ സംസ്ഥാന ധനകാര്യ വകുപ്പ് ബജറ്റിന് മുന്നോടിയായി ആവശ്യപ്പെടുമ്പോൾ ആശമാരുടെ വേതന വർധന അടക്കം അവരുടെ ആനുകൂല്യ വർധന അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കേന്ദ്ര സർക്കാർ അത് കണ്ട മട്ട് നടിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, കേരളത്തിന്റെ ടോട്ടൽ ഫണ്ട് ഫ്ലോയിൽ കേന്ദ്രം വലിയ പിടുത്തം പിടിച്ചിരിക്കുകയാണ് എന്ന് നമുക്കറിയാം.